ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. കൊപ്പം പ്രവാസി യുണൈറ്റഡ് LLPയുടെ അണ്ടറിൽ 3 ഏക്കറോളം സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പാർട്ട്നേഴ്സ് ആവാനും അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും താല്പര്യപ്പെട്ട് ഈ ഒരു മീറ്റിലേക്ക് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രൊജക്റ്റ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് 2023 ലാസ്റ്റാണ്. ഇപ്പോൾ ബ്ലോക്ക് A-B ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം C ബ്ലോക്ക് കൂടെ വർക്ക് ആരംഭിക്കുന്നതാണ്. A-B ബ്ലോക്കുകൾ 6 നിലകളിലായിട്ടാണ് പൂർത്തിയാവുക. C ബ്ലോക്ക് 10 നിലയിൽ. അതിനുശേഷം പിന്നീട് ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ D ബ്ലോക്ക് കൂടെ വരുന്നുണ്ട്. അതും 6 നിലയാണ് വരിക. ഈ ഫേസ് 1-ല് 100ഓളം ബെഡാണ് ഇത് പൂർത്തിയാവുന്നതോട് കൂടി ഉണ്ടായിരിക്കുക. ഫേസ് 2 കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അത് 150 ബെഡായി മാറും. ടോട്ടൽ പ്രൊജക്ട് പൂർത്തിയാവുന്നതോടുകൂടി അത് 300 ബെഡ് എന്ന നിലയിലേക്ക് വളരും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പ്രൊജക്ടിനോടനുബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതിനായി ഹെൽത്ത് കെയർ എക്സ്പെർട്ട് മിസ്റ്റർ സഞ്ജു ഇവിടെ ഉണ്ട്. അദ്ദേഹം സാങ്കേതിക വശങ്ങളും മറ്റു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെ കുറിച്ചുമെല്ലാം വിശദമായി അറിയിക്കുന്നതായിരിക്കും, പ്രതിപാദിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മുനികണ്ഠൻ സാർ. അടുത്തതായി ഏതാനും വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഹോസ്പിറ്റൽ ചെയർമാൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി സാറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട MD, അതുപോലെ CEO, പ്രിയപ്പെട്ട സഞ്ജു, അതുപോലെ ഞങ്ങളുടെ സ്റ്റാഫ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പാർട്ട്ണറാവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരെ, നമ്മുടെ ഈ പ്രൊജക്റ്റ് പറഞ്ഞ പോലെ 2023 തുടക്കം കുറിച്ചതാണ്. ഈ ആഗസ്റ്റോട് കൂടി A-B ബ്ലോക്കുകൾ ലോഞ്ചിങ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ C ബ്ലോക്ക് അതിൻ്റെ ബാക്കിൽ അടുത്ത് തന്നെ അതിൻ്റെ വർക്കുകൾ തുടങ്ങും. C ബ്ലോക്ക് കൂടി ലോഞ്ചിങ് ആകുമ്പോഴേക്കാണ് നമുക്ക് 150 ബെഡ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുക. ഇപ്പോൾ ഈ ആഗസ്റ്റിന് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഗസ്റ്റിലാണ് വരുന്നത്. ഈ ആഗസ്റ്റ് 2026 ആഗസ്റ്റിൽ നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ 2 ബ്ലോക്കുകളിലായിട്ട് 12 ഫ്ലോറുകളാണ്. അതിൽ 24 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അതിലെ കാര്യങ്ങളൊക്കെ സഞ്ജു നിങ്ങളോട് വിശദീകരിക്കുന്നത് ചെയ്യുന്നത്. പറയാനുള്ളത് ഇതിൽ പാർട്ട്ണർമാരായിട്ടുള്ളവർ, അതുപോലെ പാർട്ട്ണർഷിപ്പ് എടുക്കാനുള്ളവർ. നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ പാർട്ട്ണർമാരായിട്ടാണ് എല്ലാവരെയും കമ്പനിയിൽ ആഡ് ചെയ്യുക, അതായത് രജിസ്റ്റർ ചെയ്യുക. ഒരു ഷെയർ ഹോൾഡർ മാത്രമല്ല, നിങ്ങളെല്ലാവരും കമ്പനിയുടെ പാർട്ട്ണർമാരായിട്ടാണ് ഉണ്ടാവുക. കമ്പനിയുടെ എല്ലാ അസറ്റിലും നിങ്ങൾ പാർട്ട്ണർമാരായിരിക്കും, നിങ്ങളുടെ ഷെയർ എമൗണ്ടിന് അനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സൗകര്യം എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളുകളൊക്കെ കമ്പനി സെക്രട്ടറി നമ്മളിത് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോഞ്ച് സമയമാകുമ്പോഴേക്കും എല്ലാവരും പാർട്ട്ണർമാരായിട്ട് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡി ബ്ലോക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് 3 ഏക്കറോളം 2 ഏക്കർ 86 സെന്റ് ലാൻഡ് നമുക്കുണ്ട്. അപ്പോൾ ഡി ബ്ലോക്ക് കൂടി വരുമ്പോഴേക്കും ഒരു 300 ബെഡിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. പിന്നെ ഈ ഡി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ 2028 ആവും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഏതായാലും ഈ ആവശ്യത്തോടു കൂടി നമുക്ക് ഈ A-B ബ്ലോക്കുകൾ ലോഞ്ച് ചെയ്യണം. അതിനുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ സൈറ്റിൽ പോയാലുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സൈറ്റൊക്കെ സന്ദർശിക്കുക. ഓഫീസിൽ DPR കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്ദർശിച്ചെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ പോവുക എന്നുള്ളതാണ് അറിയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ 100-ൽ പരം ആളുകൾ രജിസ്റ്റർ ചെയ്ത ഒരു പ്രോഗ്രാമാണത്. സമയത്തിന് ആരും എത്തിയിട്ടില്ല. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞങ്ങൾ കറക്റ്റ് 10 മണിക്കൂർ എത്തിയിരുന്നു. ഇവിടെ ആരും ഇല്ലാത്തതുള്ളത് പുറത്ത് പോയിട്ട് പോകുന്നതാണ്. ഏതായാലും അവരൊക്കെ വരുന്നുണ്ട് എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അവരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല വിചാരിച്ചിട്ടാണ് തുടക്കം കൊടുത്തിട്ടുള്ളത്. ഏതായാലും കൂടുതലൊന്നും ഇനി പറയാനില്ല. ഈ നിങ്ങളുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മുമ്പേ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മുഹമ്മദ് അലി സർ. അടുത്തതായി ആധികാരികമായി ഹോസ്പിറ്റലിനെ കുറിച്ച് ഏതാനും വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ CEO ഷൈമ മാം ആണ്. വെൽക്കം ഷൈമ മാം. ആദരണീയരായ ചെയർമാൻ, MD, ഹെൽത്ത് കെയർ കൺസൾട്ടൻറ്റ് സഞ്ജു, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ആൾക്കാർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഈ കൊപ്പം പ്രദേശത്ത് ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ഹോസ്പിറ്റൽ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പദ്ധതി മാത്രമായി നടപ്പിലാക്കുന്ന ഒന്നല്ല. ഒരു വലിയ ദർശനത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു ആരോഗ്യ മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിരമായ ഒരു ഫോക്കസിലേക്ക് നമുക്ക് സാമൂഹിക പ്രതിബദ്ധത എത്രത്തോളം നിലനിർത്താൻ പറ്റുമോ അത്രത്തോളം നിലനിർത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഹെൽത്ത് കെയർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ അതിലേക്കായി എത്തിയിരിക്കുന്ന ആ ഒരു പദ്ധതിയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ രൂപപ്പെടുത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫർട്ടിന് തന്നെ ഞാൻ ആദ്യം തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ആദ്യ ഘട്ടത്തിൽ ബ്ലോക്ക് A and B 70,000 പേർ അല്ലെങ്കിൽ 80,000 അടുപ്പിച്ചുള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഫുട്ടേജോട് കൂടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബേസിക് സ്പെഷ്യാലിറ്റീസും കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റലായിട്ടായിരിക്കും കണ്ടിട്ടുള്ളത്. അത് ഈ വരുന്ന 2026 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യുന്നു. അതിനകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ICUs ഇതൊക്കെ സജ്ജമായിട്ടുണ്ടാകും. ഇതെല്ലാം NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതിനോടനുബന്ധപ്പെട്ട് തന്നെ ബ്ലോക്ക് C 10 നില കെട്ടിടത്തോടു കൂടി ഒരു ബ്ലോക്ക് C നമ്മളുടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് അതുകൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് 150 ബെഡും അതിനോടൊപ്പം തന്നെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള കാർഡിയോളജി, കാർഡിയോതെറാപ്പി, ന്യൂറോ സർജറി, ന്യൂറോ മെഡിസിൻ ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ബ്ലോക്ക് C രൂപപ്പെടുന്നത്. ഇനി വരുന്നത് നമുക്ക് അതിനുശേഷം ഫേസ് 3യിലേക്ക് ബ്ലോക്ക് Bയും കൂടി വരുമ്പോൾ നമുക്ക് സെന്റർ ഓഫ് എക്സലൻസ് മാത്രമല്ല ഒരു ടെർഷ്യറി കെയർ സംവിധാനങ്ങളും കൂടി നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. കൊപ്പത്തെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളിവിടെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മേക്കിംഗ് ഹിസ്റ്ററി എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ മറ്റെവിടെയും അറിയപ്പെടുന്ന ഒരു ഫുട് പ്രിന്റായി മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓങ്കോളജി ഡിവിഷൻസ്, ഓങ്കോളജി സെന്റേഴ്സ് ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ ആശുപത്രിയെ സംബന്ധിച്ച് വരുന്ന ഒരു കാര്യമല്ല. അപ്പം 3ാം ഘട്ടം നമ്മൾക്ക് പൂർണ്ണമാകുന്നതോട് കൂടിയിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അടക്കമാണ് നമുക്കവിടെ കിട്ടുക. കിടക്കകളുടെ എണ്ണം അത് ആനുപാതികമായി കൂടുന്നതിനനുസരിച്ച് നമുക്ക് 300 IB ബെഡ്സും
അത് കൂടാതെ ഈ ട്രാൻസിഷൻ ബെഡ്സ് എന്ന് അവകാശപ്പെടുന്നത് നമ്മളുടെ ICUസിന്റെ ഫെസിലിറ്റീസ് ആണെങ്കിലും ബാക്കിയുള്ള ട്രോമ കെയർ സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ഓപ്പൺഡ് ആവുകയാണ്. അപ്പം കൊപ്പം പ്രദേശത്ത് ഇങ്ങനെ ഒരു ആരോഗ്യ മേഖലയിലെ ഒരു കുതിച്ചുചാട്ടം വളരെയധികം നിർണായകമായ പങ്കുവഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നമുക്ക് മറ്റുള്ള ഇൻ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ ഇൻ ഡീറ്റെയിൽ എന്തെങ്കിലും നമുക്ക് ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി നമുക്ക് ബാക്കി സംസാരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഷൈമ മാം. കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും വിശദമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഹെൽത്ത് കെയർ സെക്ടറിൽ നിരവധി വലിയ പ്രൊജക്റ്റുകളുടെ ഭാഗമായ ഹെൽത്ത് കെയർ എക്സ്പെർട്ട് സഞ്ജു, നിങ്ങൾ തൊട്ടു മുമ്പ് ഇവിടെ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോട് ആധികാരികമായി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള പ്രസന്റേഷൻ അടങ്ങിയിട്ടുള്ള ആ ഒരു സംസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിനായി സഞ്ജുവിനെ ക്ഷണിക്കുന്നു. എന്നെ പരിചയപ്പെടുത്താൻ നിങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ കണ്ടു. ഇവിടെ ഞാൻ കഴിഞ്ഞൊരു 15 വർഷക്കാലത്തോളമായിട്ട് കേരളത്തിലെ പല ഹെൽത്ത് കെയർ പ്രൊജക്ടുകളുടെയും ഭാഗമാണ്. കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒരുപാട് ഹോസ്പിറ്റൽ പ്രൊജക്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തും. ആ ഒരു പ്രൊജക്ടിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത്. സോ അവിടുന്ന് തുടങ്ങി നമ്മൾ ആ ഹോസ്പിറ്റലിലെ പ്രൊജക്ട് തയ്യാറാക്കി, DPR തയ്യാറാക്കി, അതിനൊരു ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഓപ്പറേഷണൽ എക്സലൻസി കീപ്പ് ചെയ്ത് അതിനൊരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തിച്ച് ആ ഹോസ്പിറ്റലിൽ ലാഭത്തിലാകുന്ന ദ ഹോൾ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊജക്ടുകളിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ അർഹരാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രസന്റേഷനിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു ഹോസ്പിറ്റലിൽ ഒരു നോർമൽ എംപ്ലോയി ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കേരളത്തിലെ ഇന്ന് ഏറ്റവും വലിയ ഹോസ്പിറ്റലായ കൊച്ചി ആസ്ട്രോ മെഡിസിറ്റി ഏകദേശം 1200ഓളം ബെഡുള്ള ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ഹോസ്പിറ്റൽ വരെ ഒരു കീ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു എക്സ്പേർട്ടായി കടന്നു വന്നിട്ടുള്ളത്. സോ അതാണ് ഈ പ്രൊജക്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എന്നെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ പ്രൊജക്ടുകളുടെ ഒരു ഡീറ്റെയിൽ സെഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്, ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അതിനുശേഷമാണ് ഈ പ്രൊജക്ടിന്റെ സാധ്യതകളും ഈ പ്രൊജക്ടിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളാരും ഒരുപാട് പണം കയ്യിൽ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേറൊരു മേഖലയിൽ ഇല്ലാതെ ഇരിക്കുന്ന ആളുകളല്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഹെൽത്ത് കെയർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ആദ്യമായിട്ട് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഡിമാൻഡാണ്. ഏതൊരു പ്രൊഡക്റ്റിലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിന് എന്ത് ഡിമാൻഡാണ് ഈ മാർക്കറ്റിലുള്ളത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. സോ ഹെൽത്ത് കെയർ പ്രൊജക്റ്റിൽ കേരളത്തിൽ വരുന്ന ഡിമാൻഡ് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു 4-5 രാജ്യങ്ങളുടെ മൊത്തം GDP എടുത്താൽ അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ക്യാപ്പബിലിറ്റി ഉള്ള കമ്പനികളാണ് US ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക്സ്റ്റോൺ, അതുപോലെ KKR ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകൾ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2025 വർഷത്തില് കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തിലെ ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആസ്റ്റർ ഗ്രൂപ്പിന്റെ 75% ഇക്വിറ്റീസും ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി വാങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 2025 നമ്മുടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അവരുടെ പുതുതായി കണ്ണൂരിൽ വരുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ യൂണിറ്റ്, നമ്മുടെ കിംസ് അൽഷിഫയ്ക്ക് ഉൾപ്പെടുന്ന കിംസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കോഴിക്കോടിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായ മൈക്ര ഹോസ്പിറ്റൽ, ഞാൻ മൈക്ര ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് വിഭാഗം മേധാവിയായിരുന്നു 2024 മുതൽ. സോ ആ ഹോസ്പിറ്റൽ അടക്കം ഈ ഇന്റർനാഷണൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഹെവി ഇൻവെസ്റ്റ്മെന്റ്.
അപ്പൊ അത് എന്തുകൊണ്ടാണ് US ബേസ്ഡ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ 4-5 രാജ്യങ്ങൾ ചേർത്ത് വെച്ചാൽ പോലും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അത്രയും വരില്ല. അത്രയും വലിയ കമ്പനികൾ എന്തുകൊണ്ട് കേരളത്തിലെ ഹെൽത്ത് കെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ സക്സസ് റേറ്റ്, ഈ ഇൻഡസ്ട്രി ഒരു 5-10 വർഷം കഴിയുമ്പോൾ എവിടെ എത്തും എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക, ഇതിന് എന്ത് സാധ്യതയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? അതാണ് CAGR എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഒരു ബിസിനസ് അതിന്റെ എല്ലാ തലങ്ങളിലും ഒരു വർഷം എത്ര ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇതൊരു പബ്ലിക് ഡാറ്റയാണ്, നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇപ്പോൾ കാണാം. സോ അതില് 18% മുതൽ 22% വരെയാണ് ഹെൽത്ത് കെയർ മേഖലയിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. 2026 WHO രേഖകൾ പ്രകാരം ഇനി എക്സ്പെക്ട് ചെയ്യുന്ന CAGR ഹെൽത്ത് കെയറിൽ 24%. ഈ CAGR ഹയസ്റ്റ് CAGR ആണെന്ന് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സ്റ്റഡി ഗ്രോത്ത് ആണെന്നുള്ളതാണ്. നമ്മൾ മറ്റേതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ CAGR ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില വർഷങ്ങളിൽ 10% ഉണ്ടാവും, ചില വർഷങ്ങളിൽ 16% ഉണ്ടാവും. പക്ഷെ ഹെൽത്ത് കെയറിലെ CAGR നോക്കുമ്പോൾ ഇതിന്റെ ആരോ എപ്പോഴും അപ്പ് ഫോർവേഡ് ആണ്. ഇത് മുകളിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയല്ല, ഇതിന് കയറ്റിറക്കങ്ങളില്ല, അത് കയറുക മാത്രമാണ് ചെയ്യുന്നത്. സോ അതാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത കേരളത്തിലെ. ഇനി കേരളത്തിന്റെ മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ കമ്പനികൾ കൂടി കേരളത്തിലേക്ക് വരാനുള്ള മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പൊ KKR ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോണിന്റെയൊക്കെ സൗത്ത് ഇന്ത്യ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഭാഗമായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻപുട്ട് 150-ൽ കൂടുതൽ ബെഡുകളും ഏത് ഹോസ്പിറ്റലും ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണെന്നുള്ളത്. അപ്പൊ അതാണ് അതിന്റെ പൊട്ടൻഷ്യാലിറ്റി. അപ്പൊ അത് കേരളത്തിൽ അത് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ച് പോയിന്റ്സ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹെൽത്ത് അവയർനെസ്. എല്ലാവർക്കും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, എല്ലാവരും ഭയങ്കര ഹെൽത്ത് അവയർഡ് ആണ്. പുതിയ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളും പുതിയ ടെക്നോളജീസ് ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ മൈത്രയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാധാരണ ഹോസ്പിറ്റലുകൾക്ക് TKR നമ്മൾ മുട്ടുകാലം മാറ്റിവെക്കുന്ന സർജറി ചെയ്യുന്നത്, അവിടെ ചെയ്തിരുന്ന 75% മുട്ടുകാലം മാറ്റിവെക്കുന്ന സർജറികൾ റോബോട്ടിക് സർജറീസ് ആണ്. സോ ഒരു 2 വർഷം മുമ്പോ അല്ലെങ്കിൽ 4 വർഷം മുമ്പോ നമുക്ക് റോബോട്ടിക് സർജറീസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഈ 2 വർഷം ഒരു 3 വർഷം കൊണ്ട് റോബോട്ടിക് സർജറീസിന്റെ വലിയൊരു വിപ്ലവം തന്നെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്പൈനൽ സർജറി ആണെങ്കിലും TKR ആണെങ്കിലും ഹിപ്പ് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ആ മോഡേൺ ട്രീറ്റ്മെന്റും റോബോട്ടിക് സർജറീസും. ഇപ്പൊ നമുക്ക് ENT സർജറിക്ക് നമുക്ക് നമ്മുടെ തലയിൽ ഓപ്പറേഷൻ നമുക്ക് കീറി മുറിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്യാതെ ബലൂണോപ്ലാസ്റ്റി പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. കീമോതെറാപ്പി, നമുക്ക് ഓറൽ കീമോതെറാപ്പി വന്നു, നമുക്ക് പഴയ പോലെ ഇഞ്ചക്റ്റഡ് കീമോതെറാപ്പികൾ, റേഡിയേഷൻ വേണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. US വരുന്ന ഹെൽത്ത് കെയർ ടെക്നോളജികൾ ഇന്ത്യയിൽ ആദ്യം വരുന്നത് കേരളത്തിലാണ്. അതുപോലെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരുടെ ഒരു വലിയ നിരയിൽ ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട്. ഇനി ലൈഫ് എക്സ്പെക്ടൻസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 74 വയസ്സാണ് ഫീമെയിൽസിന്റെ കാര്യത്തിൽ വരുമ്പോൾ 78 വയസ്സ് വരെ നമുക്ക് കേരളത്തിൽ ലൈഫ് എക്സ്പെക്ടൻസി. ചൈൽഡ് ബർത്ത് റേറ്റ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഇപ്പൊ ഇത്തരത്തിൽ ഏത് നോക്കിക്കഴിഞ്ഞാലും കേരളം നമുക്ക് അതിൽ നമ്പർ 1 ആണ്. സോ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ത്രെട്ടും ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ കോവിഡ് പോലത്തുള്ള പാൻഡമിക്സ് വരുമ്പോൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസും അതിന്റെ കോംപ്ലിക്കേഷൻസും വരുമ്പോൾ, സോ ഇങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് വലിയൊരു ഹെൽത്ത് കെയർ ബൂമാണെന്നുള്ളത് ഈ ഇന്റർനാഷണൽ കമ്പനികൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തത് നമ്മളാണ്. നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ഞാനൊരു 25 ലക്ഷം രൂപ ഒരു ഹെൽത്ത് കെയർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അടുത്ത മാസം എന്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ എപ്പോഴും പറയും ഈ ചോദ്യം തെറ്റാണ്, നമ്മൾ ആ രീതിയിൽ നിന്ന് മാറണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രധാനമായിട്ടും ചിന്തിച്ചിരിക്കണം, അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. 5 വർഷം കഴിയുമ്പോൾ എന്റെ ഇന്നത്തെ 25 ലക്ഷം രൂപ എവിടെ എത്തി നിൽക്കുമെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താവും? അത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നീഡ് ആവാം, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു സേവിങ്സ് ആവും. അപ്പൊ അതിന്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളോട് പറയാം. നമ്മുടെ കിംസ് അൽ ഷിഫ 2000 കോടി രൂപയ്ക്കാണ് ലിക്വിഡേറ്റ് ചെയ്തത്. അതിന്റെ ഒരു 8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്, പൊന്നാനിയുള്ള ഒരു സമയത്താണ്.
അദ്ദേഹം 25 ലക്ഷം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തുകയുണ്ടായി. ഒരു ചെറിയ അവിടെ നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് 25 lakhs ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഈ കിംസൺഷിപ്പ് ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ അതിന്റെ യൂണിറ്റ് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു, 4 CR ആണ് അദ്ദേഹത്തിന് ലിക്വിഡേഷൻ കിട്ടിയത്. സോ അത്ര ദ്രുതഗതിയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയർ മേഖലയിൽ. അപ്പം ഈ ഒരു മാറ്റം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലെ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ആണ് ആദ്യം തിരിച്ചറിയുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ US കമ്പനികൾ വന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ആ സാധ്യതകളിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള KPI പോലത്തുള്ള പ്രൊജക്റ്റുകൾ വരുന്നത്. ഇനി നമ്മൾ ഹെൽത്ത് കെയർ പ്രൊജക്റ്റിൽ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൂട്ടിപ്പോയ എത്ര പ്രൊജക്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു കോവിഡ് സമയത്തൊക്കെ മറ്റ് ബിസിനസ്സുകൾ എടുത്താൽ, എന്റെ സ്വദേശം നിലമ്പൂരാണ്. നിലമ്പൂർ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ കോവിഡ് സമയത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കണക്ക് പ്രകാരം കോവിഡ് സമയത്ത് കൂട്ടിപ്പോയ ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 CR ആണ് 4 കിലോമീറ്റർ ചുറ്റളവിൽ. പക്ഷെ ആ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ലാഭിച്ചില്ലേ കോവിഡ് സമയം. സോ ഇതാണ് അതിന്റെ കണക്ക്. ഇതൊരു റിസഷൻ ഫ്രീ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ഗ്ലോബൽ റിസഷൻ വന്ന സമയത്ത്, കോവിഡ് പാൻഡമിക് വന്ന സമയത്ത്, എല്ലാ ബിസിനസ്സും നഷ്ടത്തിലായി കൂട്ടിപ്പോയ സമയത്ത് ഹോസ്പിറ്റലുകൾ വളരുകയാണ് ചെയ്തത്. കാരണം ഇതൊരു എസെൻഷ്യൽ കാര്യമാണ്. നമുക്കൊരു ടൂർ പോകുന്ന മാറ്റി വെക്കാൻ പറ്റും, നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോകുന്ന മാറ്റി വെക്കാൻ പറ്റും, ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം. നമുക്കൊരു അസുഖം ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു റിസഷൻ ഫ്രീ ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെയാണ് ഇനി കേരളത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഡിമാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്ത് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. 1000 ആളുകൾക്ക് 2 ബെഡെങ്കിലും വേണമെന്നാണ് WHO കണക്ക്. ഇത് ഇപ്പോഴും റേഷ്യോ നിൽക്കുന്നത് കേരളത്തിലാണ്. നമുക്ക് ഏകദേശം 0.6 ബെഡ് നിലവിൽ അവൈലബിൾ ആണ്. പക്ഷെ 0.8 എങ്കിലും മിനിമം വേണമെന്നാണ് പറയാം. WHO സ്റ്റാൻഡേർഡ് കണക്ക് 2 ബെഡാണ്, 1000 ആളുകൾക്ക് 2 ബെഡാണ്. അപ്പൊ ആ കണക്കെടുക്കുമ്പോൾ ഇപ്പോഴും കേരളം അണ്ടർ ബെഡ് നമ്പറിലാണ് ഇരിക്കുന്നത്. സോ അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഗോൾഡൻ ഹവറിൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം, ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു എമർജൻസി ട്രോമ കെയർ വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈ പറയുന്ന ഏരിയയിലുള്ള പോപ്പുലേഷനിലെ ആളുകൾക്ക് ഒരു ഹോസ്പിറ്റൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ആ ഹോസ്പിറ്റലിന്റെ ഡിമാൻഡ് കൂട്ടുന്നത്. അപ്പൊ ഒരു പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, അത് KPI പോലത്തെ പ്രൊജക്ടുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഏരിയയിലെ പോപ്പുലേഷൻ പഠിച്ച് ആ ഏരിയയിലെ ഹെൽത്ത് കെയർ സ്പെൻഡ്, ഒരു വ്യക്തി ഒരു മാസം അയാളുടെ ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റിനായിട്ട് ഹെൽത്ത് കെയർ ആയിട്ട് എത്ര സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ അതിന് നമ്മൾ ഹൗസ് ഹോൾഡ് കണക്കെടുക്കും. ആ ഹൗസ് ഹോൾഡ് ഒരു മാസം, ഒരു കുടുംബം എത്ര രൂപ ഒരു മാർക്കറ്റിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം സ്പെൻഡ് ചെയ്യും. അതാണ് ആ ഏരിയയിലെ മെഡിക്കൽ ക്യാപെക്സ് എന്ന് പറയുന്നത്. അത്രയും എമൗണ്ടിന്റെ ബിസിനസ് ആ ഏരിയയിൽ നടക്കുന്നുണ്ടോ, അതിന്റെ എത്ര ശതമാനം. ഇപ്പോൾ കൊപ്പത്ത് നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ നിയർ ബൈ ടൗൺ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ്. അതിൽ എത്ര ശതമാനം ബിസിനസ് പെരിന്തൽമണ്ണയിലേക്ക് പോകും, എത്ര ശതമാനം ബിസിനസ് കോഴിക്കോടേക്ക് പോകും, എത്ര ശതമാനം ബിസിനസ് പാലക്കാട്ടേക്ക് പോകും. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നത്. ആ DPR നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് പരിശോധിക്കാം. സോ ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ഏരിയാസ് എങ്ങനെയാണ് ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്കൊരു Q&A സെഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡൗട്ടുകൾക്ക് നമ്മൾ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. പ്രസന്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, ഈ ഒരു പ്രൊജക്ടിന് ഞാൻ ഒരുപാട് പ്രൊജക്ടുകൾ ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ KPയിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു പ്രവാസി കൂട്ടായ്മയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിന് 2 തലങ്ങളുണ്ട്. കാരണം ഇതൊരു കോമൺ മാൻ പ്രൊജക്റ്റാണ്. അപ്പം പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാസികൾക്കുള്ള ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് കൂടിയാണ്. മാത്രമല്ല ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക്, നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ KPയുടെ ഈ പ്രൊജക്റ്റ് ഉണ്ട്. അത് തന്നെയായിരിക്കും ഈ പ്രൊജക്ടിനെ വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു മേജർ ഫാക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ഈ പ്രൊജക്ട് ഒരു 10 സ്റ്റോറി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2-3 ഫേസസിലായിട്ട് 2,10,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ പ്രൊജക്ട് ടോട്ടൽ
അതിന്റെ സ്പേസ് വരാൻ പോകുന്നത്. ഈ സ്ക്വയർ ഫീറ്റിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹോസ്പിറ്റൽ പ്രോഫിറ്റബിൾ ആകുന്നതിന്റെ ഒരു പ്രധാന കാര്യം കൂടിയാണ് അതിന്റെ വ്യാപ്തം. ഇപ്പൊ നമ്മൾ പെർ സ്ക്വയർ ഫീറ്റ് റവന്യൂ എന്ന് പറയും. ഒരു സ്ക്വയർ ഫീറ്റിനകത്ത് നിന്ന് ഒരു ഹോസ്പിറ്റൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സക്സസിനെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നമ്മൾ ഇതിനകത്ത് 210,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ടോട്ടൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ വരുന്നത്. 2.86 ഏക്കേഴ്സ് ആണ് നമ്മുടെ ലാൻഡ് വരുന്നത്. അതുപോലെ ബെഡ്, ഈ ഹോസ്പിറ്റലിന്റെ വലിപ്പം നമ്മൾ എപ്പോഴും അളക്കുന്നത് അതിന്റെ ബെഡ് നമ്പർ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊച്ചി ആശ്രം മെഡിസിറ്റി 1200 ബെഡുകളുള്ള ഹോസ്പിറ്റലാണ്. സോ എപ്പോഴും എത്ര പേഷ്യൻസിന് ഒരു സമയം ഒരു ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം കാണിക്കുന്നത്. സോ നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് 300 ബെഡ് വിത്ത് മോഡുലാർ ഓട്ടീസ് ഉള്ള, മോഡുലാർ ഓട്ടീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആയി ഇതിന്റെ രീതികൾ മാറ്റാൻ, അതിന്റെ കൺസ്ട്രക്ഷൻ രീതികൾ മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടീസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള നമ്മൾ മോഡുലാർ ഓട്ടീസ് എന്ന് പറയുന്നത്. സോ ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് എമർജൻസി, അതുപോലെ റേഡിയോളജി ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി നമ്മുടെ ഇൻഹൗസ് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിൽ, ഒരു ബെറ്റർ ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഫുൾ ഫംഗ്ഷനാലിറ്റിയിൽ എത്താൻ സാധിക്കും. സോ നമുക്ക് റേഡിയോളജി, ഓങ്കോളജി, അതുപോലെ തന്നെ മെറ്റേണിറ്റി, പീഡിയാട്രിക്സ് അടക്കമുള്ള ഒരു യൂണിറ്റാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ടൈം ലൈൻ, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ, നമ്മുടെ ഈ എൻ്റെ പ്രൊജക്ടിന്റെ ഒരു ജസ്റ്റ് ഒരു ടൈം ലൈൻ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജനുവരി 2022 നമ്മൾ ഈ പ്രൊജക്ട്, ഈ കെപിയുടെ ടീം, ഈ പ്രവാസി കൂട്ടായ്മ, ഇതിന്റെ ഒരു കൺസെപ്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അവരാണ് ഇത് ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു സ്റ്റാർട്ടിങ് അവർ പ്ലാൻ ചെയ്യുന്ന സമയം 2022 സെപ്റ്റംബർ 2023 നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ഈ ഒരു പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റിൽ പോയിട്ട് അത് കാണാവുന്നതാണ്. ഇപ്പം ഓൺ ഗോയിങ് കൺസ്ട്രക്ഷൻ ആണ്. ഈ വർഷം ഓഗസ്റ്റിൽ നമ്മൾ ഇതിന്റെ ലോഞ്ചും ഇനാഗുറേഷനും പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 2027 ഒരു 10 to 18% റിട്ടേൺ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ റിട്ടേണിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 മുതൽ 18% റിട്ടേൺ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതൊരു ടെക്നിക്കൽ ഫിഗർ ആണ്. നമുക്കൊരിക്കലും ഒരു ബിസിനസ് ഇത്ര മാസം കൊണ്ട് ഇത്ര റിട്ടേൺ തരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു ബിസിനസ്സിലും ഒന്നിനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ ഹെൽത്ത് കെയർ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കണം. CAGR, ഹെൽത്ത് കെയറിലെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് നോക്കുക. അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ എപ്പോഴും റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ KPU പ്രൊജക്ട് ഒരു ബ്രേക്ക് ഇവൻ പീരീഡ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള നിങ്ങൾ മാക്സിമം കാണുന്ന ആ ഒരു ഫിഗറിലേക്ക് തന്നെ നിങ്ങളുടെ റിട്ടേൺ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു നല്ലൊരു കാർഡിയോ ഡിപ്പാർട്ട്മെന്റ് വിത്ത് കാത്തലാബ്. കാത്തലാബ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം പോലത്തെയുള്ള കാർഡിയാക് പ്രൊസീജിയറുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് കാത്തലാബ്. കാർഡിയോ തൊറാസിക് സർജറീസ് ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു കാത്തലാബ് അടക്കമുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഈ പ്രൊജക്ടിനകത്തുണ്ട്. മദർ ആൻഡ് ചൈൽഡ്, നമ്മുടെ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക്സും കുട്ടികളുടെ വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് ഡെലിവറി ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗൈനക്കോളജി വിഭാഗവും ഒരു വെൽ സ്യൂട്ടഡ് ആയിട്ട് തന്നെ നമ്മുടെ പ്രൊജക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 24/7 ഒരു ട്രോമ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഹൗസ് ആയിട്ട് തന്നെ നമ്മുടെ CTMRI ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നമ്മൾ നേരത്തെ സംസാരിച്ചു, ലബോറട്ടറി നമ്മൾ നേരത്തെ സംസാരിച്ചു. അടുത്തായിട്ട് നമ്മൾ അതിനകത്ത് ഒരു സെക്കൻഡ് ഫേസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വിചാരിക്കുന്നതാണ് ഓങ്കോളജി. നമുക്കിപ്പോൾ നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകളാണ് നമുക്ക് ഓങ്കോളജി കെയർ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ് ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റ് ജനറൽ അമ്യൂണിറ്റീസും നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ട്.
നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കോർ സ്പെഷ്യാലിറ്റീസ് നമുക്ക് എല്ലാ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ പല കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. ഇപ്പൊ ടെർഷറി കെയർ എന്നൊക്കെ പറയുമ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അടക്കം ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ടെർഷറി കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ഗവൺമെന്റ് ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയും. അതിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ സെക്കൻഡറി ഹെൽത്ത് കെയർ എന്ന് പറയും. അപ്പൊ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി വരുന്നതാണ് നമ്മൾ ടെർഷറി കെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടെർഷറി കെയർ വരുമ്പോൾ നമുക്ക് സെന്റർ ഓഫ് എക്സലൻസ്, ഇപ്പോൾ കാർഡിയോളജി ആണെങ്കിൽ അതിന്റെ ഒരു സെന്റർ ഓഫ് എക്സലൻസ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയ ഡോക്ടേഴ്സും സ്പെഷ്യലൈസ്ഡ് സർജറീസും നടക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. ന്യൂറോളജി ഉണ്ടാവും, ഓർത്തോ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കോർ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ന്യൂറോ സർജറി, കാർഡിയോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അതുപോലെ മദർ ആൻഡ് ചൈൽഡ് മെറ്റേണിറ്റി നമ്മൾ സംസാരിച്ചു, ഓർത്തോപെഡിക്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ, നമ്മുടെ ഓങ്കോളജി ആൻഡ് റേഡിയോളജി, ENT, യൂറോളജി, നെഫ്രോളജി ആൻഡ് ഡെർമറ്റോളജി, അതുപോലെ തന്നെ ജനറൽ ആൻഡ് മിനിമൽ ഇൻവേസീവ് സർജറി. ഈ മിനിമൽ ഇൻവേസീവ് സർജറിയിലേക്ക് വരുമ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ഡേ കെയർ സർജിക്കൽ പ്രൊസീജിയറാണ്. പണ്ടത്തെ പോലെ നമുക്ക് 3-4 ദിവസങ്ങളിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്ന സർജറീസ് ഇപ്പോൾ രാവിലെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഡേ കെയർ സർജറീസിന്റെ ടെക്നോളജികൾ വളരെയധികം വലുതായി കഴിഞ്ഞു. സോ ആ ഒരു സാങ്കേതിക അഡ്വാൻസ്മെന്റ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്ട് ഡേ കെയർ സർജറീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റിനകത്ത് ഏത് സർവീസിനും ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡിമാൻഡിന് അഗേൻസ്റ്റ് സപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ പ്രൊജക്ട് സക്സസ് ആവുള്ളൂ. സോ ആ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതാണ് നമ്മുടെ ഈ ഹെൽത്ത് കെയർ, ഈ കൊപ്പം റീജിയനിലെ ഹെൽത്ത് കെയർ സ്പെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് കണക്ക് പ്രകാരം 695 രൂപയാണ് ഒരാൾ ഒരു മാസം ഹെൽത്ത് കെയറിന് വേണ്ടി ചെലവഴിക്കുന്നത്. സോ അതിനെ ടോട്ടൽ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സിനോട് ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു മാസത്തെ ഒരു ഫാമിലിയുടെ ഹെൽത്ത് കെയർ സ്പെൻഡ് കിട്ടും. ആ ഹെൽത്ത് കെയർ സ്പെൻഡ് ആണത് 700 CR ആനുവലി നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഹെൽത്ത് കെയർ സ്പെൻഡ് വരുന്നുണ്ട്. സോ ആ ഹെൽത്ത് കെയർ സ്പെൻഡിന്റെ മേജർ പോർഷൻ നമ്മുടെ കൊപ്പത്ത് തന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ടെർഷറി കെയർ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ഹവർ, ഒരു കാർഡിയാക് ഇഷ്യൂ വന്നാൽ, ഒരു സ്ട്രോക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു ട്രോമ കെയർ വന്നാൽ ഗോൾഡൻ ഹവർ ആയ 1 ഹവറിൽ നമുക്ക് ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കൊപ്പത്തുണ്ട്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി, അത് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഈ കൊപ്പത്തുള്ള പരിസര പ്രദേശത്തുള്ളവർക്കും നമ്മുടെ പൊതുജനങ്ങൾക്കും വളരെയധികം വലിയൊരു ഒരു സൗകര്യം കൂടിയാണ് നമുക്ക് അതിനകത്ത് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സൗകര്യം വരുമ്പോൾ, ആ ഫെസിലിറ്റി വരുമ്പോൾ ആ ബിസിനസ് അതിന്റെ കൂടെ വളരുകയും ചെയ്യും. KPU ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു 700 CR ഒരു ആനുവൽ മാർക്കറ്റിന്റെ ഒരു 35 to 40% എങ്കിലും KPU അക്യുമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് അനാലിസിസ് ആണ് ഇപ്പം KPU കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് വരുന്ന ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള മൗലാന ഹോസ്പിറ്റൽ, അൽഷിഫ, അവിറ്റസ് ഹോസ്പിറ്റൽ, അതുപോലെ മെഡിക്ലീനൊക്കെ ഷൊർണൂർ, പാലക്കാട് നിയർ ബൈ ആണ്. സോ ഇതാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് KPUലേക്ക് വരുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ആണ് വരുന്നതെന്നുള്ളതാണ്. അപ്പം ഒരു ഫസ്റ്റ് മോഡൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും KPU ഈ കൊപ്പത്ത് വരുമ്പോൾ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു NABH റെഡി കൺസ്ട്രക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ 2 രീതിയിലാണ് പറയുക. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിന്റെ ബെഡ് നമ്പർ, എത്ര പേഷ്യന്റിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്. 2 അക്രഡിറ്റേഷൻ. അപ്പം അക്രഡിറ്റേഷൻ 2 മേജർ അക്രഡിറ്റേഷൻ ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഒന്ന് JC ആണ്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആണ്. 2 NABH ആണ്, നാഷണൽ ബ്യൂറോ ഓഫ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ NABH NABL ഉണ്ട്, ലാബോറട്ടറികൾക്ക് കിട്ടുന്ന അക്രഡിറ്റേഷൻ ഉണ്ട്. സോ ഇത് രണ്ടും ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിലും ഓപ്പറേഷൻസിലും പേഷ്യൻസിനുള്ള സൗകര്യങ്ങളിലുള്ള ഒരു ക്വാളിറ്റി ഇൻഡിക്കേഷൻ ആണ്. ഇത് ഈസി അല്ല. NABH അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അറിയാം, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് NABH അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത്. സോ അതിന് കൺസ്ട്രക്ഷൻ സമയത്തിന് നമ്മൾ ആ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്താലേ പിന്നീട് നമുക്ക് NABH അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. സോ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ NRI, ഒരു ഹൈ NRI പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയാണ്. NRI എന്ന് പറയുമ്പോൾ
പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരും ഓൾറെഡി പ്രവാസത്തിലുള്ളവരുടെ ഫാമിലീസും കൂടെ അക്യുമുലേറ്റ് ചെയ്ത ഒരു റീജിയൻ കൂടിയാണ് നമ്മുടെ ഈ സ്പെസിഫിക് KPയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ പ്രൊജക്ട് വാല്യൂ 120 CR ആണ് നിലവിലെ പ്ലേസിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു 10 to 18% ആണ് നമ്മൾ ടെക്നിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 15 to 25% നിങ്ങൾക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഡെഫിനറ്റ്ലി കിട്ടും. ഞാൻ ഈ ഫിഗറിൽ വിശ്വസിക്കുന്നില്ല, കാരണം ഇതിന്റെ മേലെ പോകാനേ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മിഡിൽ ഈസ്റ്റിലുള്ള പ്രൊജക്ടുകളാണെങ്കിലും കേരളത്തിലുള്ള മറ്റ് പ്രൊജക്ടുകളാണെങ്കിലും ഒക്കെ നമുക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ പറഞ്ഞിരുന്നു. പക്ഷെ ടെക്നിക്കലി നമുക്കത് പറയാൻ സാധിക്കില്ല, അത് നമ്മൾ ഒരു ബേസ് ഇല്ലാതെ പറയുന്ന പോലെയാവും. പക്ഷെ ഹെൽത്ത് കെയറിന്റെ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഡിമാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു ക്യാപിറ്റൽ അപ്രീഷിയേഷൻ തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. പല പ്രൊജക്ടുകളിലും നിങ്ങൾക്കറിയാം നമ്മൾ ഒരു ഷെയർ ഹോൾഡർ മാത്രമായിട്ട് മാറും. പക്ഷേ ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ലാൻഡിലും അതിന്റെ ബിൽഡിങ്ങിലും ഓണർഷിപ്പ് ഉണ്ടായിരിക്കും. സോ വെനെവർ ഈ പ്രൊജക്ട് എപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രൊജക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ നിലവിലുള്ള ലാൻഡിലും ബിൽഡിങ്ങിലും നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് ഹെൽത്ത് കെയർ ഡിസ്കൗണ്ട്സ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ ഫാമിലീസിനും അത്തരത്തിലുള്ള പെർക്സുകൾ ഉണ്ടാവും. കൺസൾട്ടേഷനിലാണെങ്കിലും മറ്റു പ്രൊസീജിയറുകളാണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാം. ജോബിലേക്ക് വരുമ്പോൾ പ്രയോറിറ്റി ഉണ്ടാവും. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ഫാമിലീസിനും അതിന്റെ പ്രയോറിറ്റീസ് ഉണ്ടാവും. KPയിൽ നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. എങ്കിൽ കൂടി വൈ ഇൻവെസ്റ്റ് ഇൻ KP, നിങ്ങൾ എന്തുകൊണ്ട് KPയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നമ്മൾ സംസാരിച്ച ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഫസ്റ്റ് ടൈമാണ് കൊപ്പത്ത് വരുന്നത്. ഇതിൽ നമുക്ക് ലയബിലിറ്റീസും ലോൺസും ഒന്നും ഇല്ല. നമ്മൾ പ്യുവർലി ഇൻവെസ്റ്റ്മെന്റിലാണ് ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു ഹെൽത്ത് കെയർ സാധ്യതകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കൊപ്പം. നമുക്ക് ഇതിനകത്ത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയും ഇതിന്റെ മേൽനോട്ടത്തിലുള്ള ഇതിന്റെ ഒരു ബോഡി ട്രാൻസ്പെറന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം, അതെല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ DPR ആണെങ്കിലും ഫിസിബിലിറ്റി സ്റ്റഡി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വിലയിരുത്താം. സോ അതാണ് ഒരു ട്രാൻസ്പെറന്റ് ഓപ്പറേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെൽത്ത് കെയർ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10 to 18% ഹെൽത്ത് കെയർ ഡിസ്കൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും ഫാമിലീസിനും ഉണ്ടായിരിക്കും. കസ്റ്റമൈസ്ഡ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊജക്റ്റുകളും പാക്കേജുകളും, നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് പോലത്തെയുള്ള പാക്കേജുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ കൺസൾട്ടേഷനിലും ട്രീറ്റ്മെന്റ് അതുപോലെ എമർജൻസീസിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ചെക്കിൻ ഉണ്ടായിരിക്കും. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊജക്ടിന്റെ ഭാഗമാകുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടായിരിക്കും. നമ്മുടെ ഫോക്കസ് ഗ്രോത്ത് ഏരിയസ് ആണ് കാർഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒപ്പം പോലത്തെ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാർഡിയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. സോ നല്ലൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും നമുക്ക് പ്രൊവൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മദർ ആൻഡ് ചൈൽഡ്, ന്യൂറോളജി, ജെറിയാട്രിക്സ്, ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്ന ഒരു വിഭാഗമാണ്, ഒരു ഏരിയയാണ് ജെറിയാട്രിക്സ്. കഴിഞ്ഞ ദിവസം കൂടെ കോഴിക്കോടിലെ പുതിയ ഒരു പ്രൊജക്ടിന്റെ ടീം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു ജെറിയാട്രിക് പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ജെറിയാട്രിക്സ് ഇനി വരുന്ന മീൻസ് വൃദ്ധജനങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയാണ് നമ്മൾ ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. സോ അത് ഓൾറെഡി നമ്മുടെ പ്രൊജക്ടിനകത്ത് ഉണ്ട്. പിന്നെ നല്ലൊരു NRI ഫോക്കസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും അവർക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കേജുകളും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കോസ്റ്റും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ പ്രൊജക്ടിനകത്ത് പ്ലാൻ ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ ഒരു അക്രഡിറ്റേഷൻ ആൻഡ് ലീഗൽ സ്ട്രക്ചറാണ്. ഇതൊരു LLP സ്ട്രക്ചറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NABH-ഉം NABL-ഉം റെഡി ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ A and B ബ്ലോക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഫേസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്വിറ്റിയുടെ ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇൻവെസ്റ്റർ ID-യും നിങ്ങൾക്കൊരു ഓൺലൈനിൽ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും.
ഇനി ചെറിയൊരു FAQ ആണ്. എല്ലാവരും ചോദിക്കുന്ന ബേസിക് ക്വസ്റ്റ്യൻ, എന്നാണ് എൻ്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യുക? സോ ടെക്നിക്കലി നമുക്ക് ഓഗസ്റ്റ് 2027 നിങ്ങളുടെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു മിനിമം ലോക്ക് ഇൻ പീരീഡ് ഉണ്ടോ? യെസ്, നമുക്കൊരു 1 year ആണ് മിനിമം അതിന്റെ ലോക്ക് ഇൻ പീരീഡ്. നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആ ലോക്ക് ഇൻ പീരീഡിന് ശേഷം നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാം, കൊടുക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 100% ഇക്വിറ്റി ബാക്കഡ് ആണ്. ഇതിൽ ലോണോ ബാധ്യതയോ കാര്യങ്ങളൊന്നുമില്ല. കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഇക്വിറ്റി നിങ്ങൾക്ക് ലീഗൽ വാലിഡിറ്റി തരിക. അതുപോലെ തന്നെ ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് 10 മുതൽ 18% നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 15 മുതൽ 25% വരെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ ഇനീഷ്യൽ ഇയേഴ്സിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് അതിനുശേഷം Q&A കിടക്കാം. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. കഴിഞ്ഞ 2024-25 സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളിൽ പോയിട്ടുള്ള പണം എന്ന് പറഞ്ഞത് 800 കോടി രൂപയാണ്. അത് നമ്മുടെ ഒരു ലീഗൽ ഡാറ്റയാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. സോ വളരെ സിമ്പിളായിട്ട് ഒട്ടും ജെന്യൂൻ അല്ലാത്ത പ്രൊജക്റ്റുകളിൽ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മലയാളികൾ ഇത്ര ശതമാനം കിട്ടും, രണ്ടാമത്തെ മാസത്തിൽ ഇത്ര രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു ലെജിബിൾ പ്രൊജക്റ്റിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. അതിന്റെ A to Z എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് വാലിഡേറ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി ഇല്ലായ്മയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ KPU ഈ പ്രസന്റേഷനും ഈ ആളുകളെ കണ്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ അതിന്റെ DPR പരിശോധിക്കുക, നിങ്ങൾ അതിന്റെ ഫിസിബിലിറ്റി സ്റ്റഡി നോക്കുക. ഈ കൊപ്പത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ടിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. ഹെൽത്ത് കെയർ മേഖലയ്ക്ക് കേരളത്തിൽ സ്കോപ്പ് ഉണ്ടോ, മലപ്പുറത്ത് സ്കോപ്പ് ഉണ്ടോ, മലബാറിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെയുള്ള പെരിന്തൽമണ്ണയുള്ള ഹോസ്പിറ്റലിലെ തിരക്കൊന്നും നിങ്ങൾ പോയി നോക്കിയാൽ മതി. അൻഷിഫയിലോ മൗലാന, അൻഷിഫയിൽ ബെഡില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വിളിച്ചു, ഒരു ബെഡ് കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. മൗലാനയിലും അൻഷിഫയിലൊക്കെ സർജറി പ്ലാൻ ചെയ്താൽ പോലും ബെഡില്ല. ആ സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമെന്നുള്ളത് ആലോചിച്ചാൽ മതി. ഒരു 3 വർഷം കൊണ്ട്, മിനിമം 3 വർഷം കൊണ്ട് ബ്രേക്ക് ഇവൻ ആവാൻ പോകുന്ന പ്രൊജക്ടുകളാണ് കേരളത്തിൽ വരുന്ന എല്ലാ ഹോസ്പിറ്റൽ പ്രൊജക്ടുകളും. കാരണം അതിന്റെ ഗ്രോത്ത് ഒരിക്കലും താഴോട്ട് പോകില്ല, അത് മേലോട്ട് തന്നെ പോകുള്ളൂ. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു സമയം കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം, അത് ഗ്രോ ചെയ്തതിനു ശേഷം ആരും നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരില്ല. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ആളുകൾക്കാണ് പിന്നീട് ആ പ്രൊജക്ട് സക്സസ് ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ സാധിക്കുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ സഹിച്ചതിൽ നന്ദി. താങ്ക് യു.